BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദിയായവരെ അറസ്റ്റ് ചെയ്യണമെന്നും നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ദളിത് ആദിവാസി സംഘടനകൾ നടത്തുന്ന ഹർത്താലിന്റെ ഭാഗമായി വൈക്കത്തും തലയോലപ്പറമ്പിലും ഹർത്താൽ അനുകൂലികൾ വാഹനം തടയുകയും പ്രകടനം നടത്തുകയും ചെയ്തു. KSRTC വാഹനം ഉൾപ്പെടെ വാഹനങ്ങൾ തടഞ്ഞതോടെ പലയിടങ്ങളിലും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ആംബുലൻസ്, ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ കടത്തിവിട്ടിരുന്നുള്ളൂ. KSRTC സ്റ്റാൻഡിന് മുമ്പിലും തലയോലപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് മുമ്പിലും ബസ്സുകൾ തടഞ്ഞ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി. വൈക്കം വലിയ കവല, തലയോലപ്പറമ്പ് സെൻട്രൽ ജംഗ്ഷൻ, പള്ളിക്കവല എന്നിവിടങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നില്ല. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. കടകമ്പോളങ്ങൾ പലതും അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകളും ധനകാര്യ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. രോഹിത് ബെൻമൂല നിയമം നടപ്പാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളുമാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തത്. i4a ന്യൂസ്, ഏറ്റുമാനൂർ.